Welcome to RK's Stories. രുദ്ര ഒരു പുനർജന്മ പ്രണയം ഭാഗം 16. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. രാത്രി തറവാട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. തറവാടിന്റെ 2ാം നിലയിലെ വരാന്തയിൽ മുകളിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ സാക്ഷിയാക്കി ആദിയും ദുർഗയും കെട്ടിപ്പുണർന്നു നിൽക്കുകയായിരുന്നു. പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകളിൽ തട്ടിവരുന്ന ചെറുകാറ്റ് അവരെ തഴുകി കടന്നുപോയി. നീ ഗുരുക്കളോട് സംസാരിച്ചായിരുന്നോ? അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്താതെ അവൾ മറുപടി പറഞ്ഞു. എന്തു പറഞ്ഞു ഗുരുക്കള്? നാഗറാവുവിന്റെ ശരീരം എങ്ങനെ അവിടെ നിന്നും അപ്രത്യക്ഷമായി? അത് ഞാൻ ഊഹിച്ചതുപോലെ തന്നെയാത്തു. കൗശല്യനാ അത് ചെയ്തത്. അവന്റെ കരവലയത്തിൽ നിന്നകന്ന് കൈവരിയിൽ ചാരി നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. എന്തിനു വേണ്ടി? കൈവരിയിൽ കൈ കുത്തി നിന്നുകൊണ്ട് അവൻ അവളെ നോക്കി. നിനക്കെതിരെ ശക്തനായ ഒരു എതിരാളിയാക്കി അവനെ മാറ്റാൻ. അതെങ്ങനെ സാധിക്കും? നീ കണ്ടതല്ലേ ഭദ്ര എപ്രകാരമാ എന്നോട് എതിരിട്ടതെന്ന്. അതുപോലെ തന്റെ ശക്തിയാൽ ആ നാഗറാവിനെ മാമാനുഷികനാക്കാൻ അവന് സാധിക്കും. അത് നടന്നു കഴിഞ്ഞു എന്ന ഗുരുക്കൾ എന്നോട് പറഞ്ഞ്. അവൾ കൈകൾ പിണച്ചുകെട്ടി അവനെ നോക്കി. ശരി, വരട്ടെ, നോക്കാം. അത്തു, എത്രയും പെട്ടെന്ന് നീ ആ ഇന്ദ്രനീലവള വീണ്ടെടുക്കണം. അതില്ലാത്തിടത്തോളം കാലം നിന്നെ മുറിവേൽപ്പിക്കാൻ കൗശല്യന്റെ മന്ത്രസിദ്ധിയാൽ നിർമ്മിച്ച ആയുധങ്ങൾ കൊണ്ട് സാധിക്കും. അവൾ വീണ്ടും കൈവരിയിൽ നിന്നും അകന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാരി മുഖത്തേക്ക് നോക്കി. അത് എവിടെയായിരിക്കുന്നതെന്ന് ഗുരുക്കൾ പറഞ്ഞായിരുന്നോ? ഇല്ല, പക്ഷേ ഇന്ന് വീരഭദ്രൻ വരുമെന്ന് പറഞ്ഞു. ശരി. ആദി അവളെ ചേർത്തു പിടിച്ചു. അവന്റെ കഴുത്തിനടിയിൽ മുഖം ചേർത്ത് അവൾ നിന്നു. അത്തുസേ. മുകളിൽ പൂർണ്ണചന്ദ്രനെ നോക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്ന് ആദിയെ അവൾ വിളിച്ചു. പ്രേമം തുളുമ്പുന്ന അവളുടെ ഹരിത നിറമുള്ള കണ്ണുകളിൽ നോക്കി അവൻ വിളി കേട്ടു. ഞാനേ ഒരു സൂത്രം കാണിക്കട്ടെ. ഒരു കുസൃതി ചിരിയോടെ അവൻ അവളെ നോക്കി. ഇവിടെ വെച്ചോ? അയ്യേ വേണ്ട, നമുക്കേ അകത്ത് പോയിട്ട് കാണിക്കാം. ഓ അവിടുന്ന് അതല്ല. അവൾ മുഖം വീർപ്പിച്ചു. പിന്നെ? ആദ്യം അവളെ നോക്കുമ്പോ അവളുടെ ചുറ്റിനും ആ പച്ച നിറമാർന്ന കിരണങ്ങൾ ഉയരുന്നത് അവൻ കണ്ടു. ഇരുവരെയും പൊതിഞ്ഞ ആ കിരണങ്ങൾ അവരെ സാവധാനം ആകാശത്തിലേക്ക് ഉയർത്തി. അവളെ വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആദ്യ താഴേക്ക് നോക്കി. താഴെയായി തറവാടിന്റെ മേൽക്കുരയും കാറ്റിലാടുന്ന തെങ്ങിൻ തലപ്പുകളും. മുകളിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ. വിജനമായ രാത്രിയിൽ അവരെ നോക്കി കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങൾക്ക് താഴെ പൂർണ്ണചന്ദ്രനെ സാക്ഷി നിർത്തി അന്തരീക്ഷത്തിൽ വെച്ച് അവൾ ആദിയുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. ആത്മാവിനെ ആവാഹിക്കും പോലെ അവന്റെ ചുണ്ടുകൾ അവൾ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞെടുത്തു. കൈകൾ കൊണ്ട് അവളെ ഇറുകെ പുണർന്ന് തന്റെ ശരീരത്തോട് ചേർത്തമർത്തി അവനും പ്രതികരിച്ചു. ദീർഘമായൊരു മധുര ചുംബനം. ചുണ്ടുകളുടെ മധുരം നുകർന്നും കൊണ്ടവർ കെട്ടിപ്പുണർന്ന് അന്തരീക്ഷത്തിൽ വട്ടം ചുറ്റിക്കറങ്ങി. അവർക്കു ചുറ്റും ദുർഗയുടെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച പ്രകാശരശ്മികൾ പല വർണ്ണങ്ങളിലായി പൊട്ടിച്ചിതറി അന്തരീക്ഷത്തിൽ മനോഹരമായ ഒരു മായാവലയം തന്നെ സൃഷ്ടിച്ചു. ശിവന്റെയും ശക്തിയുടെയും പ്രതീകങ്ങളായ ആ അമാനുഷിക അവതാരങ്ങളുടെ സ്നേഹപ്രകടനങ്ങളിൽ പ്രകൃതി പോലും നിശ്ചലമായി നിന്നു. ശക്തമായ ഒരു ചിറകടി കേട്ടാണ് ദീർഘമായ ആ ചുംബനത്തിൽ നിന്നും അവർ അകന്നു മാറിയത്. അകലെ നിന്നും അവർക്ക് നേരെ പറന്നെടുക്കുന്ന ആ വലിയ കൃഷ്ണപ്പരുന്ത്. പ്രണയലീലകൾക്ക് വിഘ്നം നേരിട്ട ആദിയുടെ മുഖം കോപത്താൽ ജ്വലിച്ചു. ശ്രീപരമേശ്വരൻ തന്റെ തൃക്കണ്ണു തുറന്നതുപോലെ അവന്റെ ശരീരത്തിൽ നിന്നും മിന്നൽ പിടലുകൾ ഉയരാൻ തുടങ്ങി. ഹരിതരുദ്ര, അത് വീരഭദ്രനാ. അവന്റെ മുഖം ഇരു കൈകൾ കൊണ്ടും പിടിച്ച് തന്റെ നേരെ തിരിച്ചും കൊണ്ട് ദുർഗ അരുതെന്ന അർത്ഥത്തിൽ വിലങ്ങനെ തലയാട്ടി. അവളെ നോക്കിയ ആദിയുടെ കോപം സാവധാനം കെട്ടടങ്ങി. പറന്ന് അവർക്കരികിലേക്ക് വീരഭദ്രൻ മനുഷ്യരൂപം പൂണ്ട് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരെ തൊഴുതു. ക്ഷമിക്കണം പ്രഭു, പരമഹംസ ഗുരുക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വന്നത്. ഇവിടെ നിന്നും പുറപ്പെടാനുള്ള സമയമായിരിക്കുന്നു. എവിടെയാണ് ഇന്ദ്രനീലവളയിരിക്കുന്ന ലക്ഷ്യസ്ഥാനം? ദുർഗയെ ചേർത്ത് പിടിച്ച് അന്തരീക്ഷത്തിൽ തന്നെ നിന്നുകൊണ്ട് ആദി ചോദിച്ചു. സർദാ നദിയുടെ തീരത്തുള്ള പിലിബിറ്റ് വനത്തിന്റെ ഉള്ളിൽ മനുഷ്യർക്ക് അപ്രാപ്യമായ അതിപുരാതനമായ ഒരു ശിവക്ഷേത്രത്തിന്റെ അകത്താണ് ഇന്ദ്രനീലവള സ്ഥിതി ചെയ്യുന്നത്. പുരാതന കാലത്ത് അവിടെ ഭരിച്ചിരുന്ന മയൂർധ്വജ് മഹാരാജാവിന്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് ആ ക്ഷേത്രം. കുമാരി, വനത്തിലെത്തിക്കഴിയുമ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള വഴി അവിടുത്തെ മനസ്സിൽ തെളിയും. പ്രഭു, അങ്ങോട്ടുള്ള യാത്രയിലും ഇന്ദ്രനീലവള ധരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിലും വിജയിക്കുവാൻ സർവശക്തനായ ശ്രീപരമേശ്വരൻ അങ്ങേ അനുഗ്രഹിക്കട്ടെ. വിട നൽകിയാലും പ്രഭു. ഗരുഡ രൂപം പ്രാപിച്ച വീരഭദ്രൻ അവിടെ നിന്നും പറന്നകന്നു. ഈ പിലിബിറ്റ് ഫോറസ്റ്റ് ഉത്തർപ്രദേശിലല്ലേ?
അന്തരീക്ഷത്തിൽ നിന്നും തിരികെ തറവാടിന്റെ ഒന്നാം നിലയിലേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് ദുർഗ ചോദിച്ചത്. അതെ, എടി നീ ഇപ്പൊ എന്നെയും പിടിച്ചോണ്ട് പറഞ്ഞതുപോലെ നമുക്കങ്ങ് പറന്നു തന്നെ അങ്ങോട്ട് പോയാലോ? ഓ അത് വേണ്ടതു. നിന്റെ ഇന്ദ്രനീലോളെ കിട്ടിയിട്ടാകാം രണ്ടാൾക്കും ചേർന്ന് ആകാശമാർഗ യാത്ര. തൽക്കാലം നമുക്ക് ട്രെയിനിൽ പോവാം. അതാ എനിക്കിഷ്ടം. പ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കും മുന്നേ 2 ദിവസം നീയും ഞാനും മാത്രമുള്ളൊരു യാത്ര. ആ അത് കൊള്ളാം. ഫസ്റ്റ് ക്ലാസ് AC കൂപ്പ തന്നെ നമുക്കവിടെ ബുക്ക് ചെയ്തേക്കാം. അപ്പൊ പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അടിച്ചു പൊളിക്കാം. ആദ്യം അവളെ നോക്കി കണ്ണിറുക്കി. അയ്യടാ, പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി മോനെ. അത് കൊള്ളാം. നീയല്ലേ പറഞ്ഞത് 2 ദിവസം നീയും ഞാനും മാത്രമെന്ന്? അത് പിന്നെ നമ്മൾ രണ്ടും മാത്രമുള്ള ഒരു യാത്ര രസമല്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചേ. പോയി മൂട് പോയി. അവന്റെ നിരാശ നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവൾ പൊട്ടിച്ചിരിച്ചു. സാരയില്ലട കൂട്ടാ, മൂടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇതെല്ലാം ഒന്ന് കഴിഞ്ഞോട്ടെ കേട്ടോ. അവന്റെ മൂക്കിൽ പിടിച്ചുകൊണ്ട് അവൾ കൊഞ്ചിച്ചു. അത്തു, കൗശല്യന് സർവശക്തനാകണമെങ്കിൽ കന്യകായ എന്നെ ബലി നൽകണമെന്നാ പരമഹംസ ഗുരുക്കൾ എന്നോട് പറഞ്ഞത്. നീ എന്തോന്നായി പറയുന്നേ? ഒരു ഞെട്ടലോടെ ആദ്യം അവളെ നോക്കി. അതെ അത്തു, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാ ഇതെല്ലാം. ആ ഒരു സമയം തന്നെയാ എനിക്ക് മകനെ വധിക്കാൻ കിട്ടുക. അതിൽ ആര് ജയിക്കുമെന്നത് ഈശ്വരന് മാത്രം അറിയാം. നോ, ഞാനതിന് സമ്മതിക്കല്ല കുഞ്ഞ. ഞാൻ പോകും. അവനെ ഇല്ലാതാക്കുവാൻ ഞാൻ തന്നെ പോകും. കാര്യമില്ലടാ, അവനെ വധിക്കുവാൻ പിറന്നവള് ഞാനാ. എന്റെ കൈ കൊണ്ട് അവൻ ഇല്ലാതാക്കിയാലേ അവന്റെ ആത്മാവ് നശിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പഴയതെല്ലാം വീണ്ടും ആവർത്തിക്കും. അവന്റെ ആത്മാവ് മരണമില്ലാതെ വീണ്ടും കാത്തിരിക്കും. ഇനി അത് അനുവദിക്കാൻ വയ്യ. ഇന്ദ്രനീലവള ലഭിക്കുന്നതോടുകൂടി ഇതെല്ലാം നിനക്കും അറിയാൻ കഴിയുമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. നീ വിഷമിക്കാതെ. നീ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന ധൈര്യം എനിക്കുണ്ട്. അവളെ കുറിച്ച് ഓർത്ത് വിഷമിച്ചു നിൽക്കുന്ന ആദിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ദുർഗ സ്നേഹത്തോടുകൂടി അവനെ ആശ്വസിപ്പിച്ചു. ചെല്ലേ, മോൻ പോയി കിടക്കാൻ നോക്ക്. നാളെ എഴുന്നേറ്റിട്ടേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കണം. എന്നാ ശരി, ഗുഡ് നൈറ്റ്. വിരലിൽ കുത്തി ഉയർന്ന് അവന്റെ ചുണ്ടുകളിൽ ഒരിക്കൽ കൂടി ചുംബിച്ചതിന് ശേഷം അവൾ മുറിക്കകത്തേക്ക് നടന്നു. നടന്നു പോകുന്ന അവളെ നോക്കി ആദ്യ വരാന്തയിലെ കൈവരിയിൽ പിടിച്ച് അവിടെ തന്നെ നിന്നു. 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് കൺഫേം ആയി കിട്ടിയത്. അതുകൊണ്ട് ആരും തിരികെ പോകാതെ ആ 2 ദിവസം കൂടി തറവാട്ടിൽ എല്ലാവരും ചേർന്ന് അടിച്ചു പൊളിച്ചു. കുളത്തിലും നീന്തലും മീൻപിടിക്കലും ഇടയ്ക്കിടെ ഒളിഞ്ഞുള്ള പ്രണയനാടകങ്ങളും പരസ്പരം കളിയാക്കലുകളും. വർഷങ്ങൾക്ക് ശേഷമുള്ള കുടുംബങ്ങളുടെ ആ കൂടിച്ചേരൽ എല്ലാവരും ശരിക്കും ആസ്വദിച്ചു. ഭദ്ര കൂടെ ഇല്ലാത്തതിന്റെ വിഷമം ഏട്ടത്തി ഇടയ്ക്ക് പറഞ്ഞപ്പോ ആദ്യം തന്നെ അവളെ വീഡിയോ കോൾ വിളിച്ചു. കോൾ അറ്റൻഡ് ചെയ്ത അവൾ എല്ലാവരോടും ചിരിച്ച് സന്തോഷത്തോടു കൂടിയാണ് വർത്തമാനം പറഞ്ഞത്. ദുർഗയോടും അവൾ സംസാരിച്ചു. അതുകണ്ട് ഏട്ടത്തിക്കു സമാധാനമായി. അമ്മയും അച്ചുവും ആദിയുടെയും ദുർഗയുടെയും പുറകിൽ നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. മോനെ സൂക്ഷിക്കണേടാ, അവിടെ ചെന്ന ഉടനെ വിളിക്കണം കേട്ടോ. അമ്മ എന്തിനെങ്ങനെ വിഷമിക്കുന്നതെന്ന് അവന്റെ അവളുടെയും കഴിവുകളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. ചേട്ടൻ അമ്മയെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. എല്ലാവരും ആ സമയം അവിടെ ഉണ്ടായിരുന്നു നന്നായി എന്ന് ആദിക്ക് തോന്നി. എല്ലാവരും ഉള്ളപ്പോൾ അമ്മയ്ക്കും അച്ചുവിനും അതൊരു ആശ്വാസം തന്നെയായിരിക്കും. പോകുന്നതിന്റെ അന്ന് വൈകുന്നേരം ഇറങ്ങുവാൻ നേരം പതിവില്ലാതെ അച്ഛൻ അടുത്തേക്ക് വന്നു. വന്ന ഉടനെ അങ്ങേര് ആദിയെ കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് തോളത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ദുർഗ കൊച്ചിനെ നോക്കിക്കൊള്ളണം. പോയിട്ട് വാ. ആദ്യ അത്ഭുതത്തോടെ നോക്കി നിൽക്കെ അതും പറഞ്ഞ് പുള്ളി തിരിഞ്ഞ് ആർക്കും മുഖം കൊടുക്കാതെ അകത്തേക്ക് നടന്നുപോയി. സ്റ്റേഷനിൽ അവരെ യാത്രയാക്കുവാൻ പിള്ളേർ സെറ്റ് മൊത്തം കൂടെ വന്നു. യാത്രയ്ക്കിടയിൽ ആളുകൾ കണ്ണിന്റെ പച്ചനിറം ശ്രദ്ധിക്കാതിരിക്കാൻ ദുർഗ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്നു. സ്റ്റേഷനിൽ വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അമ്മയോടും മറ്റും അവൻ വരണ്ട എന്ന് പറഞ്ഞിരുന്നു. സ്റ്റേഷനിലെത്തി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അനൗൺസ്മെന്റ് കേട്ടു. തിരുവനന്തപുരം से दिल्ली जाने वाले केरला एक्सप्रेस अभी प्लेटफॉर्म नंबर 1 पर आने वाला है. അനൗൺസ്മെന്റ് കഴിഞ്ഞ അല്പസമയത്തിനുള്ളിൽ അവർക്ക് പോകാനുള്ള ട്രെയിൻ സാവധാനം പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. നമ്പർ നോക്കി അവരുടെ ബോഗി കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യ ലഗേജുകൾ ക്യാബിനിൽ കൊണ്ടുപോയി വെച്ചു. 4 പേർക്ക് ഇരിക്കാവുന്ന ക്യാബിനിൽ മറ്റാരെയും ആ സമയം അവർ കണ്ടില്ല. എല്ലാവരും അവരോടൊപ്പം ട്രെയിനിന്റെ അകത്തേക്ക് വലിഞ്ഞു കയറി. 15 മിനിറ്റോളം അവിടെ ട്രെയിനിന് ഹാൾട്ട് ഉണ്ടായിരുന്നു. അത്രയും നേരം അതിനകത്തിരുന്ന് അലമ്പുണ്ടാക്കിയ ശേഷം ട്രെയിൻ വിടാൻ സമയമായപ്പോ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ആദിയും ദുർഗയും അവരോടൊപ്പം വാതിൽക്കൽ വരെ ചെന്നു. യാത്രിയോ കൃപയാ ധ്യാൻ ദേ, ഡൽഹി ജാനെ വാലെ കേരള എക്സ്പ്രസ് അഭി പ്ലാറ്റ്ഫോം നമ്പർ 1 से जाने वाला है. അടുത്ത അനൗൺസ്മെന്റ്. ബ്രേക്കുകൾ റിലീസ് ആകുന്ന ശബ്ദം. അവർക്ക് നേരെ നോക്കി കൈ വീശിക്കൊണ്ട് നിൽക്കുന്ന എല്ലാവരെയും പുറകിലാക്കിക്കൊണ്ട് ട്രെയിൻ അതിന്റെ യാത്ര തുടങ്ങി.
നിഗൂഢതകൾ നിറഞ്ഞ ഭാവിയിലേക്കുള്ള ആദിയുടെയും ദുർഗയുടെയും യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. തിരികെ അവർ ക്യാബിനിലേക്ക് എത്തിയപ്പോ അവിടെ ഒരു ചെറുപ്പക്കാരനും കൂടെ സുന്ദരിയായ ഒരു യുവതിയും ഇരിക്കുന്നുണ്ടായിരുന്നു. കയറി വന്ന ആദിയെയും ദുർഗയെയും നോക്കി അവർ പുഞ്ചിരിച്ചു. അവരും തിരികെ ചിരിച്ചിട്ട് സീറ്റിലേക്ക് ഇരുന്നു. ദുർഗയുടെ മുടിയുടെ നിറത്തിലാണ് അവരുടെ ശ്രദ്ധ എന്ന് ആദിക്ക് മനസ്സിലായി. അവൻ ആ ചെറുപ്പക്കാരന് നേരെ കൈ നീട്ടി. ഹായ്, ഞാൻ ആദിത്. ഹായ്, ഞാൻ സന്ദീപ്. ഇത് എന്റെ ഭാര്യ ആതിര. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? സ്വയം പരിചയപ്പെടുത്തതിന് ശേഷം സന്ദീപ് ചോദിച്ചു. ഞങ്ങൾ ദില്ലിയിലേക്കാ. അവിടെ നിന്നും ഉത്തർപ്രദേശിലുള്ള പിലിഭിത്ത് ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് പോകണം. ഒരു അഡ്വഞ്ചർ ട്രിപ്പ്. ഓ, ദാറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇയാള്? ദുർഗയെ ചൂണ്ടി സന്ദീപ് ചോദിച്ചു. എന്റെ ഫിയാൻസയാണ് ദുർഗ. ഈ മുടിയുടെ കളർ ചെയ്തിരിക്കുന്നത് കൊള്ളാട്ടോ, നല്ല കോമ്പിനേഷൻ. സന്ദീപിന്റെ വൈഫ് ആദ്യം പറഞ്ഞ കാര്യം അതായിരുന്നു. താങ്ക് യു. ദുർഗ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? അവൾ ആതിരയോട് തിരിച്ചു ചോദിച്ചു. ഞങ്ങളും ഡൽഹിയിലേക്കാ. അവിടെ നിന്നും കുളു മണാലി ഒരു ട്രിപ്പ്. ഓ കൂൾ. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? ചോദ്യവുമായി ആദ്യം കൂടെ കൂടി. ഏയ് അല്ല, ഇവളുടെ കസിനും വൈഫും ഉണ്ട്, പിന്നെ പുള്ളിയുടെ ഫ്രണ്ടും വൈഫും. അവരൊക്കെ അപ്പുറത്തെ ക്യാബിനില്ല. ട്രെയിനിൽ സ്റ്റേഷനിൽ നിന്നപ്പോ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് പോയതാ. അതുകൊണ്ടാ നിങ്ങൾ വന്നപ്പോ ഞങ്ങളെ കാണാതിരുന്നതേ. ഓ അത് ശരി. എവിടെയാ നിങ്ങളുടെ സ്ഥലം? എറണാകുളം. ഞങ്ങളുടെ കൂടെ എറണാകുളത്ത് തന്നെയാ. ഇവിടെ ഇപ്പോ തറവാട്ടിൽ നിന്നുമാണ് വരുന്നത്. അതുകൊണ്ടാ ഇവിടെ വന്ന് കയറിയത്. ഓ ഓക്കെ. സന്ദീപിന്റെ വൈഫ് അപ്പോഴും ദുർഗയുടെ മുടിയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. കൂളിംഗ് ഗ്ലാസ് വെച്ചത് നന്നായി എന്ന് ദുർഗയ്ക്ക് തോന്നി. ആ സമയത്ത് ക്യാബിന്റെ വാതിലിന് മുന്നിൽ 5 or 6 വയസ്സുള്ള ഒരു കൊച്ചു സുന്ദരിക്കുട്ടി ഓടിച്ചാടിയെത്തി. അകത്ത് ആദിയെയും ദുർഗയെയും കണ്ടതും ആ ശട്ടി വാതിലിൽ പിടിച്ചൊന്ന് സംശയിച്ചു നിന്നു. ആ കൊച്ചു വാ. സന്ദീപിന്റെ വൈഫ് ആതിര അവളെ അകത്തേക്ക് കൈകാട്ടി വിളിച്ചു. അവൾ അല്പമൊന്ന് സംശയിച്ചു നിന്നതിന് ശേഷം ആദിയെയും ദുർഗയെയും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അകത്തേക്ക് വന്ന് അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് വീണ്ടും ദുർഗയെ നോക്കി. നീല നിറമുള്ള കൃഷ്ണമണികളായിരുന്നു ആ കുട്ടിക്ക്. ആദിയും ദുർഗയും കൗതുകത്തോടെ അവളുടെ ആ കണ്ണുകൾ ശ്രദ്ധിച്ചു. ചേട്ടന്റെ മോളാ. ആതിര അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്താ മോളുടെ പേര്? ദുർഗ ചിരിയോടെ കുഞ്ഞിനെ നോക്കി ചോദിച്ചു. ദേവഗംഗ. അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ കുട്ടി ഉത്തരം പറഞ്ഞു. അപ്പോ കൊച്ചു എന്ന് വിളിച്ചതോ? അതിന്റെ പെറ്റ് നെയിമാ. ആന്റിയുടെ മുടിയുടെ കളറ് സൂപ്പർ. അത് കേട്ട് ദുർഗ വാത്സല്യത്തോടെ കൊച്ചിനെ നോക്കി. വാ, ആന്റി ചോദിക്കട്ടെ. അവൾ ദേവഗംഗയെ കൈ കാട്ടി വിളിച്ചു. ആദ്യമൊന്നും അടിച്ചെങ്കിലും പതുക്കെ പതുക്കെ അവള് അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴും ദുർഗയുടെ നോട്ടം ആ കുട്ടിയുടെ കണ്ണുകളിലേക്കായിരുന്നു. അടുത്തേക്കെത്തി അവളുടെ കവിളുകളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ദുർഗ ചോദിച്ചു. മോൾക്ക് മിഠായി വേണോ? നോ, സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നേ. ഓഹോ. ചിരിച്ചു കൊണ്ടിരുന്ന ദുർഗ പെട്ടെന്നാണ് നിശബ്ദയായത്. അവളുടെ നെറ്റി ചുളിയുന്നതും ആ കുട്ടി അവൾ സൂക്ഷിച്ചു നോക്കുന്നതും ആദ്യം ശ്രദ്ധിച്ചു. പെട്ടെന്ന് എന്തോ കണ്ടെത്തിയതുപോലെ അവളുടെ കണ്ണുകൾ വിടർന്നു. പതുക്കെ കുനിഞ്ഞ് അവൾ ആ കുട്ടിയുടെ നെറുകയിൽ ഉമ്മ വെച്ചു. മോൾക്ക് ഒരു സൂത്രം കാണണോ? ദുർഗ ചോദിച്ചത് കേട്ട് ആ കുട്ടി കൗതുകത്തോടെ തലകുലുക്കി. അവൾ കണ്ണിൽ നിന്നും കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റി. ക്യാബിന് പുറത്ത് അപ്പോഴേക്കും ജീൻസും ടോപ്പും ഇട്ട ഒരു പെൺകുട്ടി കൂടി വന്നു. ചിറ്റേ വാ, ദേ ഈ ആന്റിയുടെ കണ്ണ് നോക്കിയേ, ഗ്രീൻ. ആ പെൺകുട്ടി അകത്തേക്ക് കൈകാട്ടി വിളിച്ചുകൊണ്ട് ആ കുഞ്ഞു പറഞ്ഞു. ആ പെൺകുട്ടിയും ആദിയെയും ദുർഗയെയും നോക്കിക്കൊണ്ട് തന്നെ അകത്തേക്ക് കയറി വന്നു. അമ്മു. ആ പെൺകുട്ടിയെ കണ്ട് ദുർഗയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അമ്മു അല്ലേ? അവൾ ആ പെൺകുട്ടിയെ നോക്കി എടുത്തു ചോദിച്ചു. അതെ. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി? ചേച്ചി പക്ഷെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ചെറിയൊരു കൺഫ്യൂഷൻ അവളുടെ ശബ്ദത്തിലുണ്ടായിരുന്നു. ഞാനും കുട്ടിയെ ആദ്യം കാണുവാ. ദുർഗ പറഞ്ഞത് കേട്ട് അവരെല്ലാം അത്ഭുതത്തോടുകൂടി അവളെ നോക്കി. ഇവൾക്ക് മൈൻഡ് റീഡിംഗ് ഒക്കെ പറ്റും, അതാ കേട്ടോ. അത്ഭുതത്തോടുകൂടി ദുർഗയെ നോക്കിയിരിക്കുന്ന അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞു. ഓ അത് കൊള്ളാട്ടോ, പക്ഷെ എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും വിശ്വാസമില്ല കേട്ടോ. സന്ദീപ് പറഞ്ഞത് കേട്ട് ദുർഗ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോ ദുർഗയുടെ കണ്ണിന്റെ നിറത്തിലാണെന്ന് ആദിക്ക് മനസ്സിലായി. അമ്മുവിന്റെ ചേട്ടന്റെ പേര് യദു എന്നല്ലേ? ഭാര്യ വേദിക, ശരിയല്ലേ? ദൈവമേ, ഇതെങ്ങനെയൊക്കെ അറിയാൻ കഴിയുന്നു? നെഞ്ചിൽ കൈവച്ചും കൊണ്ട് അമ്മു ആശ്ചര്യപ്പെട്ടു. കുഞ്ഞാ മതി, നിർത്ത്. ആദ്യ ശബ്ദം താഴ്ത്തി ദുർഗയെ താക്കീത് ചെയ്തു. നിൽക്കാത്തോ, ഈ കുട്ടിയെ നമ്മളെ പോലെ തന്നെ ഒരു പുനർജന്മമാ. അപ്പോഴും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്ന ആ കുട്ടിയെ ചൂണ്ടിക്കാട്ടി ദുർഗയും പതുക്കെ പറഞ്ഞു. അമ്മ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഓടുന്നത് കണ്ടു. ആ കണ്ണുകൾ കണ്ടപ്പോ തന്നെ എനിക്കെന്തോ പ്രത്യേകത തോന്നിയേട്ടോ. എന്നാലും ഞങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? സന്ദീപിന്റെ ഭാര്യ മുന്നിലേക്ക് അല്പം കൂടി ആഞ്ഞിരുന്നിട്ട് ചോദിച്ചു.
തീർച്ചയായും ചിന്നു. ആ പേര് കേട്ടതും അവളും ഞെട്ടിപ്പോയി. തന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് എങ്ങനെ? അവർ പതുക്കെ പറയുന്നത് ആദി കേട്ടു. അപ്പോഴേക്കും പുറത്തേക്ക് പോയ അമ്മു തിരികെ വന്നു. അവളോടൊപ്പം 2 യുവാക്കളും 2 യുവതികളും കൂടി ക്യാബിനകത്തേക്ക് കയറി വന്നു. അതിൽ നല്ല ആരോഗ്യമുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ദുർഗയുടെ മുന്നിലേക്ക് കയറി നിന്നു. ഇയാൾക്ക് എങ്ങനെ ഞങ്ങളുടെ പേരുകളൊക്കെ അറിയാം? ഈ മൈൻഡ് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. സത്യം പറയും, ആരാ നിങ്ങള്? എനിക്ക് നിങ്ങളുടെ പേരുകൾ മാത്രമല്ല, ആ പുറകെ നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരന്റെ പേര് ശ്രീകുമാർ ആണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ആരെയാണെന്നും അറിയാം. മാത്രമല്ല, ഒന്ന് നിർത്തിയിട്ട് ദുർഗ എല്ലാവരെയും മാറി മാറി നോക്കി. അതിനുശേഷം തുടർന്നു. നിങ്ങളുടെ സുഹൃത്തായിരുന്ന ഷെറിൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്ന കാര്യവും എനിക്കറിയാം യദു. വല്ലാതൊന്ന് ഞെട്ടിക്കൊണ്ട് യദു അവർക്കെതിരെയുള്ള സീറ്റിലേക്ക് ഇരുന്നു പോയി. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ? പറയ്, ഞങ്ങളുടെ ഷെറിനെ പറ്റി എങ്ങനെ അയാൾക്ക് മനസ്സിലായേ? അവന്റെ കൂടെ അകത്തേക്ക് വന്ന ആ യുവതി ദുർഗയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവൾ നടക്കുമ്പോൾ കാലിൽ ചെറിയൊരു വലിച്ചിലുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേദിക. അത് എനിക്കുള്ളൊരു കഴിവാ. പക്ഷെ ഞാനത് ഇപ്പോ നിങ്ങളോട് പറയാനുള്ള കാര്യം ഞാൻ ഇപ്പോ കണ്ട ഒരു പ്രത്യേകത കൊണ്ടാ. എന്താണത്? പറയൂ. പറയാം. അതിനു മുന്നേ ഒരു കാര്യം, അമ്മ കുട്ടിയെ കുറച്ചു നേരത്തേക്ക് അപ്പുറത്തെ ക്യാബിനിലേക്ക് ഒന്ന് കൊണ്ടുപോവോ? കൊണ്ടുപോയിക്കോളൂ. അവൻ അനുമതി കൊടുത്തതോടെ അമ്മു കൊച്ചിനെ കൊണ്ട് പുറത്തേക്ക് പോയി. പറയ്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാവരും ദുർഗയുടെ നേരെ തിരിഞ്ഞു. യദു, വേദിക, നിങ്ങൾക്കറിയോ, ഷെറിൻ എന്നും നിങ്ങളോടൊപ്പം ജീവിക്കുവാനാ ആഗ്രഹിച്ചിരുന്നത്. ദുർഗ ചോദിച്ചത് കേട്ട് അവർ പരസ്പരം നോക്കി. എനിക്കറിയാം, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ ഞങ്ങളെ വിട്ടുപോകേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമം അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് വേദിക പറഞ്ഞു. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമോ ഞാനിപ്പോ പറയാൻ പോകുന്നേ. നിങ്ങളുടെ മകൾ ദേവഗംഗ, അവള് നിങ്ങളുടെ സുഹൃത്തായിരുന്ന ഷെറിന്റെ പുനർജന്മമാ. വാട്ട്? ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ ആരാ നിങ്ങളെ പറഞ്ഞയച്ചത്? സത്യം പറയും. ഇരിക്കുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റിട്ട് യദു ദുർഗയോട് ദേഷ്യപ്പെട്ടു. മിസ്റ്റർ യദു, സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാനാവാത്ത പല കാര്യങ്ങളും ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. ഇതും അതുപോലൊരു കാര്യം കരുതിയാൽ മതി. ഷെറിന്റെ വിയോഗത്തില് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടിയാ ഞാനിത് പറയുന്നത്. ഷെറിൻ ഇനി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. വിശ്വാസമായില്ലേ? ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഷെറിൻ മരിച്ച ദിവസം ഷെറിന്റെ പപ്പ നിങ്ങളോട് മാത്രമായിട്ട് പറഞ്ഞ ആ കാര്യം എന്താണത്? വേദിക ചോദിച്ചു. വേദികയോട് ഇത് പറഞ്ഞിട്ടുള്ളതല്ല ആ കാര്യം. ഷെറിന് യദുവിന് ഇഷ്ടമായിരുന്നു എന്ന കാര്യം. അത് കേട്ട് വല്ലാതെ ഞെട്ടിക്കൊണ്ട് വേദികയും യദുവും സീറ്റിലേക്ക് വീണ്ടും ഇരുന്നു പോയി. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നേ? എന്റെ മോള്, അവൾ എന്റെ ഷെറിൻ തന്നെയാണെന്നാണോ ഈ പറയുന്നേ? അടുത്ത നിമിഷം വേദിക ചാടി എഴുന്നേറ്റ് ദുർഗയുടെ 2 കൈകളിലും പിടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. പകല് പോലെ സത്യം. അത് മാത്രമല്ല, അവളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല കാര്യങ്ങളും സംഭവിക്കാനുണ്ട്. തൽക്കാലം അത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ആ കുട്ടിക്കില്ല. അവളിപ്പോ അതറിയുകയും വേണ്ട. ദുർഗ പറഞ്ഞു നിർത്തി. ചാടി എഴുന്നേറ്റ വേദിക വാതിലും കടന്ന് പുറത്തേക്കോടി. യദുവിന്റെ കളരിപ്പയറ്റൊക്കെ എങ്ങനെ പോകുന്നു? അപ്പൂപ്പന് സുഖം തന്നെയല്ലേ? പിന്നെ പഴയതുപോലെ ഇപ്പൊ പാട്ടുകളൊന്നും പാടാറില്ലേ? വേദിക പോയ വഴിയെ നോക്കി നിന്ന യദുവിനോട് ദുർഗ വീണ്ടും ചോദിച്ചു. പിന്നെ പാടാറില്ലെന്നോ? അതേ ഉള്ളൂ. എപ്പോ കൂടിയാലും മനുഷ്യന്റെ ജേവി തല കേൾപ്പിക്കില്ല. യദു കണ്ണു മിഴിച്ചിരുന്നപ്പോ ശ്രീകുമാറാണ് മറുപടി പറഞ്ഞത്. അത് സാരമില്ല, ഇതുപോലുള്ള സന്തോഷകരമായ അവസരത്തിലെ ഒരു പാട്ടൊക്കെ ആകാം, അല്ലേ യദു? ആദി യദുവിനോട് ചോദിച്ചു. തീർച്ചയായും. കണ്ണുകൾ തുടച്ച് ചിരിച്ചും കൊണ്ട് യദു മറുപടി നൽകി. എങ്കിൽ പോയി ഗിറ്റാർ എടുത്തോണ്ടോ, വേഗം ആട്ടെ. ചിരിച്ചുകൊണ്ട് ദുർഗയും അവനെ പ്രോത്സാഹിപ്പിച്ചു. അത് കേട്ടതും യദു ഇറങ്ങി പുറത്തേക്ക് പോയി. ചിന്നു ഇപ്പോ ഇവിടെ തന്നെയാണോ അതോ യുഎസിൽ നിന്ന് വന്നതാണോ? ഈ അടുത്ത് വന്നതാ. അപ്പോഴാ ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. എന്തായാലും അത് നന്നായി. അവർക്ക് രണ്ടുപേർക്കും എന്നും ഒരു വിഷമമായിരുന്നു ഷെറിൻ. ഇപ്പോ ആ ഒരു വിഷമം എന്നത്തേക്കുമായി മാറി കിട്ടിയല്ലോ. എന്നാലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള കഴിവൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാലേ വല്ലാത്തൊരു അനുഗ്രഹം തന്നെ കേട്ടോ, ശ്രീകുമാർ പറഞ്ഞു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കണ്ണിന്റെ ഈ കളറ് ലെൻസ് വെച്ചതാണോ? ശ്രീകുമാറിന്റെ ഭാര്യയാണ് അത് ചോദിച്ചത്. അല്ല, ദേവഗംഗയുടെ കണ്ണിന്റെ നിറം നീലയായതുപോലെ തന്നെ എന്റെ കണ്ണിന്റെ നിറവും നാച്ചുറലാ. മുന്നിലിരിക്കുന്നവർ സാധാരണക്കാരല്ല എന്ന തോന്നൽ കൊണ്ടാണെന്ന് തോന്നുന്നു സന്ദീപും ശ്രീകുമാറും ആതിരയുമൊക്കെ അല്പം ഒരു ആശങ്കയോടെ പരസ്പരം നോക്കി. അപ്പോഴേക്കും കൊച്ചിനെയും എടുത്തുകൊണ്ട് വേദിക തിരിച്ചു വന്നു, കൂടെ അമ്മുവും. അവർക്കു പുറകെ ഗിറ്റാറുമായി യദുവും ക്യാബിനിലേക്ക് കയറി വന്നു. കളഞ്ഞുപോയ നിധി തിരികെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവരെല്ലാവരും. വേദിക കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് യദുവിന്റെ അടുത്തായിരുന്നു. എല്ലാവരും പാട്ട് കേൾക്കുവാനായി യദുവിന്റെ ചുറ്റിലുമിരുന്നു.
യദു ഗിറ്റാർ ട്യൂൺ ചെയ്ത് പാട്ട് പാടാൻ തുടങ്ങി. മനോഹരമായ ഒരു ഹിന്ദി ഗാനം. മനോഹരമായ ആ ഗാനവും കേട്ടുകൊണ്ട് ദുർഗ ആദിയുടെ തോളിലേക്ക് ചാഞ്ഞു. പാട്ടും മേളവുമായി സന്തോഷിക്കുന്ന അവരെയും വഹിച്ചുകൊണ്ട് ആ ട്രെയിൻ ഇരുട്ടിനെ കീറി മുറിച്ച് മുന്നോട്ട് പാഞ്ഞു. തുടരും. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വേദികയുടെയും ഷെറിന്റെയും യദുവിന്റെയും കഥ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം എന്ന കഥ കേൾക്കാവുന്നതാണ്. രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്